ബാക്കി കാര്യങ്ങളൊക്കെ പോട്ടെ, ഇറാൻ പിടിച്ചു നിൽക്കുന്നുണ്ട്, അക്കാര്യത്തിൽ തർക്കമില്ല. ഇറാൻ ഇസ്രായേലിൻ്റെ ഈ പറഞ്ഞ അയൺ ഡോമും ഡേവിഡ് സ്ലിംഗും ആരോ 3യും ഒക്കെ അതിജീവിച്ചുകൊണ്ട് കുറച്ചെങ്കിലും മിസൈലുകൾ പോയി വീഴുന്നുണ്ട്. അത് അവിടുത്തെ എന്താണ് അവരുടെ പ്രസിഡന്റും അവരുടെ ഫോറിൻ മിനിസ്റ്റർ വക്താവും ഒക്കെ അവിടങ്ങളിൽ നെതന്യാഹു അടക്കം അവിടങ്ങളിൽ വന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. ഒരു അക്കാദമിക് താല്പര്യം ചോദിക്കുകയാണ്, ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രം വളരെ ദീർഘവർഷങ്ങളായി ഉപരോധം കൊണ്ട് അങ്ങനെ ചുറ്റപ്പെട്ട രാജ്യമാണ്. അവരുടെ കയ്യിലുള്ള എണ്ണ പോലും വിൽക്കാൻ കരുത്തില്ലാതെ പണമില്ലാത്ത രാജ്യമാണ്. എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒറ്റപ്പെടുത്തി ഒറ്റയ്ക്ക് നിൽക്കുന്ന രാജ്യമാണ്. ആ രാജ്യത്തിന് എങ്ങനെയാണെന്ന് ഈ വൻശക്ത രാഷ്ട്രങ്ങളോട് പിടിച്ചു നിൽക്കൽ പോലും സാധ്യമാവുന്നത്? ശ്രീ അസ്റ്റിനി. ശ്രീ ഹാഷ്മി, ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതൊരു അസിമെട്രിക് വാർഫെയറിലേക്ക് പോകും. അതായത് ഇപ്പോൾ ഒരു രണ്ട് തുല്യ ശക്തികളല്ല, ഒരു വലിയൊരു ശക്തിയും ഒരു അത്ര ശക്തി അല്ലാത്ത രീതിയിലുള്ള ഒരു യുദ്ധമാണിത്. അപ്പോൾ ആ യുദ്ധത്തിൽ അവരുടെ ടാക്ടിക്സ് മാറ്റിയവർ, ആ ടാക്ടിക്സിലൂടെ ഈ വലിയൊരു ശക്തികളുടെ അവരുടെ എന്താണോ അവരുടെ റിയൽ സ്ട്രെങ്ത്, ആ സ്ട്രെങ്ത്തിനെ ഇല്ലാതാക്കിയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഇറാൻ ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത്. ഈ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീസെൻട്രലൈസ്, അതായത് അവരവർ ഓരോരുത്തരും ഓരോ കമാൻഡർ എന്നുള്ള നിലയിലും ആ കമാൻഡറിന്റെ അണ്ടറിൽ കുറച്ച് മിസൈൽസും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് യു എസിനെ സംബന്ധിച്ചോളം കംപ്ലീറ്റ് ആയിട്ട് അതിനെ ഇല്ലാതാക്കാൻ സാധിക്കില്ല. നേരത്തെ പറഞ്ഞ പോലെ ഗാസ പോലത്തെ ഒരു ചെറിയ സ്ഥലത്ത് ഹമാസിനെ ഇല്ലാതാക്കാൻ പറ്റാത്തപ്പം ഇത്രയും വലിയൊരു രാജ്യത്ത് ഇങ്ങനെയുള്ള ഒരു സ്ട്രാറ്റജിയിൽ എങ്ങനെയാണ് ഇല്ലാതാക്കാൻ പറ്റുക? അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, ഡ്രോൺസ്, ഷോർട്ട് റേഞ്ച് മിസൈൽസ്, ലോങ് റേഞ്ച് മിസൈൽസ് എപ്പോഴും എക്കാലത്തും ഇറാന്റെ സ്ട്രെങ്ത് ആയിരുന്നു. അത് അവർക്ക് സ്വയമായിട്ട് നിർമ്മിക്കാനുള്ള കഴിവുണ്ട്. ഇനി എത്രയൊക്കെ തകർത്താലും അവർ ഒരു സ്റ്റോക്ക് പൈൽ എന്തായാലും അവർ കണ്ടുവച്ച് ഇത്രയൊക്കെ പ്ലാനിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അതിൻ്റെ ഒരു റിഡൻഡൻസി പ്ലാൻ, അതായത് അറ്റാക്ക് നടന്നത് നമ്മൾ എങ്ങനെ ചെയ്യാമെന്നുള്ളൊരു പ്ലാനും അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഇറാനെ സംബന്ധിച്ചുള്ള അവരെ സംബന്ധിച്ചുള്ള ഇത് നീട്ടി കൊണ്ടുപോകാനുള്ളൊരു ശ്രമം അവർ നടത്തത്തുള്ളൂ. എത്രത്തോളം ഇത് നീണ്ടു പോകുന്നോ അത്രത്തോളം യു എസിന്റെ കാഷ്വാലിറ്റീസ് കൂടുകയും ചെയ്യും. യു എസിന്റെ അത്രമാത്രം പ്രഷർ വരും. നോക്കൂ, ഇപ്പം ഇറാന്റെ ഉള്ളിൽ 100 പേര് മരിക്കുകയാണെങ്കിൽ നമ്മൾ അറിയുന്നില്ല. പക്ഷേ യു എസിന്റെ ഒരു സോൾജർ മരിച്ചപ്പോലും നമ്മൾ അറിയും. അത്രമാത്രം പ്രഷർ യു എസിൽ വരും. ഇവിടെ കുവൈത്തിലോ ബഹ്റൈനിലോ UAE ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിയുന്നുണ്ട്. അപ്പൊ അത്രമാത്രം പ്രഷർ കൊണ്ടുവരാനുള്ള സ്ട്രാറ്റജിയാണ്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു തന്ത്രമാണ് ഇറാന്റെ. ആ തന്ത്രത്തിൽ അവർക്ക് ശക്തി ഇല്ലാത്ത കാര്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് അവരുടെ ശക്തിയെ ഏറ്റവും നല്ല രീതിയിൽ ചെയ്തുകൊണ്ടുള്ള ഒരു യുദ്ധമാണ് ഇതുവരെ നമ്മൾ കണ്ടത്. ഇനി വരും ദിവസങ്ങളിൽ ഇത് എങ്ങോട്ട് പോകും എന്ന് നമുക്ക് ഇപ്പം ആക്ച്വലി പറഞ്ഞാൽ ആർക്കും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. യഥാർത്ഥത്തിൽ അവരുടെ ശക്തി ഡിന്നി നോക്കൂ, പട്ടാപ്പകലാണ് പോയി അവരുടെ ഏറ്റവും ടോപ്പ് ലീഡർഷിപ്പിനെ കൊല്ലുന്നത്. പട്ടാപ്പകൽ, രാത്രിയുടെ മറവോ ഒളിച്ചിരുന്നോ ഒന്നുമല്ല, നേർക്കുനേർ ആകാശത്തിന് മുകളിൽ പോയി ബോംബിട്ട് കൊല്ലുകയാണ്. അപ്പോൾ അത്രയും കോൺഫിഡൻസ് അവർക്കുണ്ട്. ആ കോൺഫിഡൻസ് എന്തുകൊണ്ടാണ്? ഇറാന്റെ ഈ പറയുന്ന ആകാശമേല പത്രത്തോളം നഗ്നമാണ്, അവിടെ ബോംബിട്ടാൽ എത്ര ഫൈറ്റർ ജെറ്റുകൾ പോകാം, എന്താണ് പൂർണ്ണ മേധാവിത്വം ഉറപ്പാണ് എന്ന ഉറപ്പിലാണല്ലോ അങ്ങോട്ടൊക്കെ പോകുന്നത്. അങ്ങനെ പോകുന്നവർക്ക് ഇറാന്റെ പക്കലുള്ള ഈ പറയുന്ന ഭൂഗർഭ തുരങ്കങ്ങളിലും മലകൾക്കിടയിലും മലകൾക്കടിയിലും ഒക്കെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ പറയുന്ന ബാലിസ്റ്റിക് മിസൈൽ കപ്പാസിറ്റിയെ പറ്റി ബോധ്യമില്ലാതെ പോയോ ശ്രീ? നോക്കൂ ശ്രീ ഹാഷ്മി, നമ്മുടെ മുന്നിൽ എത്രമാത്രം ഉദാഹരണങ്ങളാണ് ഇതുള്ളത്. ഇപ്പം അമേരിക്കയിൽ അഫ്ഗാനിസ്ഥാനിൽ എന്താണ് സംഭവിച്ചത്? ഈ അഫ്ഗാനിസ്ഥാനിൽ ഇറാന്റെ ഇത്ര 10-1 ശക്തി പോലും ഇല്ലായിരുന്നു. എന്നിട്ട് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഈ ഫൈറ്റർ പ്ലെയിൻസും ഹെലികോപ്റ്റേഴ്സ് വരുമ്പോൾ അവരെല്ലാം ആ മലയുടെ അകത്തോട്ട് കയറിയിട്ട് തിരിച്ചു വന്നിട്ട് വീണ്ടും അടിക്കുന്ന എത്ര വീഡിയോസ് നമ്മൾ കണ്ടിരിക്കുന്നു. അപ്പൊ അതുപോലത്തുള്ള ടാക്ടിക്സ് മാറിക്കഴിഞ്ഞാൽ എത്ര വമ്പൻ ശക്തിയാലും അവരെ പിടിച്ചു നിർത്താൻ സാധിക്കും. അത് US വിയറ്റ്നാമിലും പഠിച്ചിട്ടുണ്ട്, കൊണ്ടും പഠിച്ചിട്ടുണ്ട്, ഈ അഫ്ഗാനിസ്ഥാനിലും കൊണ്ടും പഠിച്ചിട്ടുണ്ട്. ഇവിടെയും ഇറാൻ ആ സ്ട്രാറ്റജി തന്നെയാണ് ഉപയോഗിക്കുന്നത്. അവർക്ക് ഈ രണ്ട് ശക്തികളും തമ്മിൽ കമ്പയർ ചെയ്ത് അവർക്കൊന്നുമില്ല. പക്ഷേ എന്തായാലും ഇറാൻ അത്ര വേഗം വെനിസ്വല പോലെ അമേരിക്ക എളുപ്പമാവില്ല. ഒരു മെസ്സേജ് ഒന്ന് വായിച്ചോട്ടെ. ഈ യുദ്ധം നീണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ആരും സ്വസ്ഥമായി ഉറങ്ങില്ല, നമ്മളൊക്കെ അനുഭവിക്കും, യുദ്ധം എത്രയും പെട്ടെന്ന് നിർത്താൻ പ്രാർത്ഥിക്കൂ. മറ്റൊരു മെസ്സേജ് വായിച്ചോട്ടെ. കത്തിക്കരിഞ്ഞ് 150 കുഞ്ഞുങ്ങളുടെ മുഖങ്ങൾ കാർമേഘങ്ങളായി ഇസ്രായേലിന്റെ ഗോതമ്പ് പാടങ്ങളിൽ മഴയായി പെയ്യാൻ നിൽപ്പുണ്ട്. അത് ചപ്പാത്തി വെച്ച് ചിലപ്പോൾ ഇസ്രായേൽ ഭരണകൂടം കഴിക്കുമായിരിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.